ആൾക്കൂട്ടത്തിന് വേട്ടനായയുടെ മനസ്സാണ്. വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഷോർട്ട് സ്റ്റോറിയായി പറയാൻ സാധിക്കാത്ത ഒരു കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഈവിൾ ഏഞ്ചൽസ് എന്നൊരു പുസ്തകത്തിൻ്റെ സാരം ഇതാണ്. ഒരു ആസ്ട്രേലിയൻ പത്രപ്രവർത്തകനാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മധ്യവയസ്കനായ ഒരു പുരോഹിതനും ഭാര്യയും 3 മക്കളും കൂടി ഒരു മലഞ്ചെരുവിലെ പ്രശസ്തമായ പിക്നിക് സങ്കേതത്തിലേക്ക് പോയി. ഇളയ കുഞ്ഞിന് 3 മാസം. രാത്രിയിൽ എപ്പോഴോ നോക്കുമ്പോൾ തുണിത്തൊട്ടിലിൽ കുഞ്ഞിനെ കാണുന്നില്ല. ഒരു കാട്ടുനായ ഇരുട്ടിലൂടെ പോകുന്നത് ചിലർ കണ്ടിരുന്നു. രാത്രി പകലും തിരഞ്ഞു, കുട്ടിയെ കണ്ടില്ല. ദുഃഖിതരായ കുടുംബാംഗങ്ങൾ വേദനയിൽ സമൂഹവും പങ്കുചേർന്നു. അപ്പോഴാണ് ഒരു ജന്തുശാസ്ത്രജ്ഞന്റെ പ്രസ്താവന. കാട്ടുനായ്ക്ക് 10 റാത്തൽ തൂക്കം വരുന്ന കുട്ടിയെ കടിച്ചെടുത്ത് ഓടി മറയാനാവില്ല. പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും വിദഗ്ധനെ തലങ്ങും വിലങ്ങും അഭിമുഖം നടത്തി. ആരോ ഒരു സൂചന കൊടുത്തു, കുട്ടിയെ അമ്മ കൊന്നതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ രമ്യതയിലല്ല. മറ്റൊന്നുകൂടി, ബലി കൊടുക്കുന്നതിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിൽ പെട്ടതാണ് ഈ പുരോഹിതൻ. അച്ഛനും അമ്മയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. കോടതിയിലെ വിചാരണ വേളയിൽ അമ്മയുടെ മൊഴികളിൽ വിരുദ്ധമായ പ്രസ്താവനകൾ. കോടതി അമ്മയെ കൊലക്കുറ്റത്തിന് ശിക്ഷിച്ചു. 8 വർഷത്തിന് ശേഷം നായാട്ടുകാർ മണ്ണിൽ പൂഴ്ന്നു കിടക്കുന്ന കുട്ടിയുടെ ഉടുപ്പ് കണ്ടെത്തി. അതിൽ കാട്ടുനായയുടെ പല്ല് കോർത്തു വലിച്ച കീറലുകളും ചോരപ്പാടുകളും ഉണ്ടായിരുന്നു. അമ്മ മോചിതരായി. നീതിപീഠവും ഭരണകൂടവും മാപ്പ് പറഞ്ഞു. മാപ്പ്